എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഇന്ന് ഉരുളിയിൽ പൊറഞ്ഞ ഉണ്ടാക്കാം. ഇതിലേക്ക് വേണ്ടത് പച്ചരി. ഇന്നലെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. 1.5 കപ്പ് പച്ചരിയും ഒരു കപ്പിൻ്റെ അടുത്ത് ചോറ് വേണം. പിന്നെ തേങ്ങ വേണം. തേങ്ങയിലിട്ടത്ര നമുക്ക് ടേസ്റ്റ് കൂടും. കൂടിയിട്ട് ഒന്ന് അരച്ചിട്ട് വരാം. നമുക്കിതെല്ലാം കൂടിയിട്ട് ഒന്ന് അരച്ചിട്ട് വരാം. എന്നിട്ടെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ അരച്ചെടുക്കണം. ചേർക്കുന്നുണ്ട്. ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ദോശയുടെ അത്ര അധികം വെള്ളാക്കേണ്ട ആവശ്യമില്ല. അരവ് കുറച്ച് കട്ടിയിലാണ് പോരേണ്ടത്. ഇത്ര കട്ടിയിൽ വേണം നമുക്ക് അരപ്പെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നല്ലോണം ലൂസായെങ്കിൽ നമുക്ക് അപ്പം ശരിയായിട്ട് വരില്ല. ഇനി ഇതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും ചേർക്കാനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതിലേക്ക് സാധാരണ വെരിപ്പോലെ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടെടുക്കണം. ഉള്ളി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ചെറിയ കഷ്ണമായിട്ട് വേണം ഉള്ളി മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഉള്ളി നല്ല ചൂടായ ഉള്ളിയിലേക്ക് കുറച്ച് തേങ്ങ ഒഴിക്കണം. പിന്നെ അതിലേക്ക് കറിവേപ്പില, ഉള്ളി ഇടണം. ഉള്ളി ഒന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരെ ചൂടാക്കിയാൽ മതി. അധികം ചൂടാക്കണ്ട. അധികം ചൂടാക്കിയെങ്കിൽ അപ്പം ചൂടുന്ന സമയത്ത് അത് കരിഞ്ഞു വരും. ഇത് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി അരപ്പ് പോരാം. ഒരു 3-4 സൈഡ് അരപ്പ് പോരാണ്. അപ്പം നല്ല സാധനം നല്ല കട്ടിയിൽ വേണം. ഇനി ഇതൊരു ചെറിയ തീയിൽ വേണം. ഇപ്പോൾ ചെറിയൊരു മീഡിയത്തിൽ തീയാക്കണം. ഇതിൻ്റെ സൈഡെല്ലാം കുറച്ച് എണ്ണ ഇട്ടിട്ട് നമുക്ക് തിരിച്ചിടാം.
ഇതാ ഉരുളിയിൽ പൊറന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ കാസർഗോഡ് സ്പെഷ്യൽ ഉരുളിയിൽ പൊറന്ന് റെഡി ആയിട്ടുണ്ട്.